ഇന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാനും ആദ്യം കൂടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. മെയിൻ ആവശ്യം ഇവൻ്റെ മുടി വെട്ടലായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് പച്ചക്കറികൾ കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇരുന്ന് കരയുന്നത് കാണുന്നു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് മുടി ബാക്കിൽ തീരെ കുറച്ച് കളഞ്ഞ് മുട്ട പോലാക്കി കളഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കരഞ്ഞ് കലങ്ങി കണ്ണുകളായിട്ടിരിക്കുന്ന ഒരു മുതലിനെ നിങ്ങൾ കാണുന്നില്ലേ. പൊതുവേ ഇവൻ കരയാറൊന്നും ഇല്ലായിരുന്നു. ഹല്ലുവിനായിരുന്നു ആ മെയിൻ പ്രശ്നം ഉണ്ടാകാറ്. പക്ഷേ ഇപ്രാവശ്യം എന്തോന്നറിയില്ല. പിന്നെ അവനെ ഞാൻ കുറേ സമാധാനിപ്പിച്ചു. ഫ്രണ്ടിലത്തെ മുടിയൊന്നും അധികം വെട്ടിയിട്ടൊന്നുമില്ല, ബാക്കിൽ മാത്രമാണ് അങ്ങനെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ കത്രിക ഒന്ന് മുടിയിൽ തലോടിയാൽ മതി, അതാണ് മുടി വെട്ടൽ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു മുല്ലക്കാരൻ ഇരിക്കുന്നു. മുല്ലയല്ല, അവിടെ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഇവിടെ പൊതുവേ കിട്ടുന്നത്. അപ്പോൾ മുല്ല കണ്ടപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു 1-2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ വരുമെന്നൊക്കെ അന്വേഷിച്ചിട്ട് ഇങ്ങ് പോകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മൂടി പൊതച്ച് ഉറങ്ങാനൊക്കെ തോന്നും, അത്രയും നല്ല മഴയായിരുന്നു. പക്ഷെ ഉറങ്ങാൻ പറ്റില്ലല്ലോ, ഈ കൊണ്ടുവന്നതിനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചെന്നാൽ ഫ്രിഡ്ജും കൂടെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന്. മടി കാരണം ഇന്ന് നാളെ എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നത്. പിന്നെ എന്തായാലും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ അതും കൂടെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നാൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ നിലത്തങ്ങ് എടുത്ത് വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരം ഫാൻ ഇട്ട് വെക്കും. കടക്കാർ എപ്പോഴും ഈ പച്ചക്കറിയിൽ ഇങ്ങനെ വെള്ളം കുടഞ്ഞുകൊണ്ടിരിക്കും, അത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാം നിരത്തി ഫാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അതൊക്കെ അങ്ങ് മാറുമല്ലോ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഞാൻ വെക്കുന്നത് ഈ പച്ചക്കായ, അതേപോലെ ക്യാരറ്റ്, ചേന, അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഈ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ ബോക്സ് ഉണ്ടല്ലോ, അത് ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ്. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ഫ്രിഡ്ജ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നമുക്ക് എടുത്ത് പെരുമാറാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെ അലങ്കോലായിട്ട് ഒരിക്കലും കിടക്കില്ല. അതേപോലെ തക്കാളിയും നമ്മൾ ആ ഒരു മൂക്ക് വരുന്ന ഭാഗയിൽ അതിങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളും കൂടെ കൂടുതലിരിക്കും. അല്ലാതെ നമ്മൾ എങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു കെട്ട് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഈ മല്ലിയുടെ കാര്യം പറയണ്ടല്ലോ, അവർ നമുക്ക് വാരിക്കോരി അങ്ങ് തരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ.